കണ്ണൂർ പാനൂരിൽ മുളിയാത്തോട് എന്ന പ്രദേശത്ത് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയെന്ന വാർത്ത വരുന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. 2 വർഷം മുൻപ് തൊട്ടടുത്ത വീട്ടിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി CPM പ്രവർത്തകൻ മരിച്ചിരുന്നു. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുമായി. ഫെലിക്സ്, ആ സംഭവം ഓർമ്മയുള്ളതാണ്. ഇത് ഉപേക്ഷിക്കപ്പെട്ടതായിരിക്കാനുള്ള സാധ്യത എന്താണ് പോലീസ് പരിശോധനയിൽ മനസ്സിലാകുന്നത്? ഇന്ന് രാവിലെയാണ് ഈ സംഭവം. അതായത് പാനൂർ മുളിയാന്തോട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ്, തെങ്ങിന്റെ ചുവട്ടിലാണ് ഇങ്ങനെ ബോംബുകൾ കണ്ടെത്തിയത്. അതായത് ഈ സ്ഥലത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്, അതായത് കൃത്യം 1 വർഷം മുമ്പ്, എനിക്ക് പിന്നിൽ കാണുന്ന ഇവിടെ ഒരു വീട്ടിൽ, അതായത് വീടിന്റെ ടെറസിലാണ് പിന്നെ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടക്കുകയും ഒരു മരണം സംഭവിക്കുകയും ചെയ്തത്. CPM പ്രവർത്തകനായ ഷെരിലാണ് അന്ന് മരിച്ചത്. അപ്പോൾ ആ വീട് ആണ് ഇവിടെയുള്ളത്. ആ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് ചേർന്നൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്. ആ പറമ്പിലാണിപ്പോൾ ഈ ബോംബുകൾ കണ്ടെത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ തേങ്ങ പറിക്കാനായി ആളുകൾ വന്നിരുന്നു. ഇങ്ങനെ തേങ്ങ പറിച്ച് കൂട്ടുന്ന സ്ഥലത്താണ്. അങ്ങനെ തേങ്ങ പറിച്ച് ഇവിടെ നമുക്കറിയാം തേങ്ങയും കശുവണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ന് രാവിലെ ആളുകൾ, ഇവിടെ തൊഴിലാളികൾ എത്തി അങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ തെങ്ങിൻ്റെ ചുവട്ടിലായിട്ട് ഇങ്ങനെ സ്റ്റീൽ ബോംബ്, 2 സ്റ്റീൽ ബോംബാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഈ നാട്ടുകാർ, ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ പോലീസിൽ വിവരം അറിയിച്ചു. അങ്ങനെ ബോംബ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി. അങ്ങനെ 2 ബോംബും സമീപത്തുള്ളൊരു ക്വാറി, ഇതിന് തൊട്ടടുത്തൊരു ക്വാറിയുണ്ട്, ഉപേക്ഷിക്കപ്പെട്ട ക്വാറി. ആ ക്വാറിയിലാണ് ഇപ്പോൾ ആ ക്വാറിയിലെത്തി ആ ബോംബുകൾ 2 നിർവീര്യമാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോൾ നമ്മൾക്കൊപ്പം ഇവിടെ ഒരു ചേട്ടനുണ്ട്. ഈ ചേട്ടൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ തവണ, ഈ ചേട്ടൻ്റെ വീടിൻ്റെ ടെറസിന് മുകളിലാണ് സ്ഫോടനം നടന്നത്. അതിന് തൊട്ട് സമീപത്താണ് ഇപ്പോൾ ഉണ്ടായത്. ചേട്ടാ, ഇത് എന്തുകൊണ്ടാണ് ചേട്ടൻ്റെ ഈ വീടിൻ്റെ സമീപത്ത് ഇങ്ങനെ ബോംബുകൾ കണ്ടെത്തുന്നത്? ആരാണ് ഇതിന് പിന്നിൽ? ആരാ പിന്നിൽ പറയാൻ കഴിയില്ലപ്പോൾ. നമ്മളെ വീട്ടിൽ നിന്ന് പൊട്ടിയാൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ആ പാർട്ടീൻ്റെ ആൾക്കാരുണ്ടല്ലോ. ഇത് ആരാന്ന് പറയാൻ കഴിയില്ല. ഇല്ലെങ്കിൽ നമ്മൾ പറയാൻ പറ്റുക? നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ അഭിപ്രായം കൃത്യമായിട്ട് പറഞ്ഞു. ഇതിന് അഭിപ്രായം പറയാൻ പറ്റില്ല. ബോംബ് കിട്ടിയതിനെ പറ്റി അഭിപ്രായം പറയാമെന്ന് മാത്രമേ. ഇനി രാഷ്ട്രീയപരമായിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. ഏത് രാഷ്ട്രീയക്കാർക്കും വെക്കാലോ. അതറിയില്ല. ഇനി നമുക്ക് രാഷ്ട്രീയം പറയാൻ പറ്റില്ല. നമ്മളെ വീടിൻ്റെ വില എന്തെങ്കിലും രാഷ്ട്രീയം പറയാൻ കഴിയുമല്ലോ. അത് ശരിക്കും രാഷ്ട്രീയക്കാർ തന്നെയല്ലേ വെക്കുന്നത്. ഇതിനെ കൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ അഭിപ്രായം പറയാൻ കഴിയേയില്ല. എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഈ വെള്ളം നനക്കണ്ടി ഇല്ല പറഞ്ഞില്ല. ഞാനങ്ങ് അതാ തെങ്ങിൻ്റെ അടുത്ത് തേങ്ങ കമ്പുണ്ട് ഞാൻ ചെന്ന് നോക്കൂ. ഈ തേങ്ങ ഒന്നും ഞാൻ നോക്കിയില്ല. പിന്നെ മാത്രമേ ഈ പറമ്പിൻ്റെ ഉടമ താഴെ തറക്കെന്ന് പറിക്കുന്നുണ്ട്. അങ്ങനെ പറിച്ച് വരുന്നതല്ലേ. അങ്ങനെ പറിച്ച് വരുന്ന ആളായി തേങ്ങ കണ്ടിന്. എല്ലാവരും കാണൂല. അത് നിന്നിടക്ക് തന്നെ ഉണ്ടാവും. സ്ഥിരമായി നടക്കുന്ന വഴിയാണ്. സ്ഥിരം ഞാൻ പോണ വയ്യ. രക്ഷപ്പെട്ടു എന്ന് പറയാം. നമ്മൾ പിന്നെ അങ്ങോട്ടങ്ങനെ ശ്രദ്ധിച്ച് പോയിട്ടില്ല. ഈ പെരിയായിട്ടൊരു 3 മീറ്ററിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. തേങ്ങ കമ്പുണ്ട് വേഗം പോയിട്ട് എടുക്കുമ്പോൾ അങ്ങനെ തട്ടിയെങ്കിൽ പണിയായിരുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അതാണ് സംഭവിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബോംബ് ഇങ്ങനെ കണ്ടെത്തുമ്പോൾ ഇത് ആരാണ് ഇവിടെ കൊണ്ടുവച്ചത്, ആരാണ് ഇത് നിർമ്മിക്കുന്നത് എന്ന കാര്യത്തിലേക്കൊന്നും തന്നെ അന്വേഷണം പോയിട്ടില്ല എന്നതാണ്. കഴിഞ്ഞ തവണ CPM പ്രവർത്തകനായ ഷെരിൽ കൊല്ലപ്പെട്ടു, ഒരാളുടെ കൈപ്പത്തി തകർന്നു. അങ്ങനെ അന്ന് വലിയ രീതിയിൽ അത് വലിയ അന്വേഷണമൊക്കെ മുന്നോട്ട് പോയെങ്കിലും ശക്തമായ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. നടത്തുമോ? കാരണം ഈ പറമ്പിലൊക്കെയുള്ള ബോംബ് കണ്ടെത്തുന്നത് ആദ്യത്തെ സംഭവമല്ല. നേരത്തെ പറഞ്ഞാൽ അതിൽ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഇപ്പോൾ ഈ 2 സ്റ്റീൽ ബോംബുകളാണ് ഇപ്പോൾ കണ്ടെത്തുന്നത്. കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ടോ? സംശയമൊക്കെ അങ്ങനെ ഉയരുന്നുണ്ടോ? ഈ പ്രദേശത്ത് ബോംബ് സ്ക്വാഡ് അടക്കം ഇപ്പോഴത്തെ 2 ബോംബുകൾ നിർവീര്യമാക്കി പരിശോധന നടത്തുമെന്നാണ് അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂരിലെ പാനൂർ അടക്കമുള്ള മേഖലയിൽ ഇത്തരം സ്റ്റീൽ ബോംബുകളൊക്കെ കണ്ടെത്തുമ്പോൾ അതിന് അന്വേഷണം എവിടെ എത്തുന്നില്ല എന്നതാണ്. കഴിഞ്ഞ തവണ ഒരു മരണമുണ്ടായി, ഒരാളുടെ കൈപ്പത്തി തകർന്നു. 90 ദിവസമായിട്ട് പോലും കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതാരെവിടെ കൊണ്ടുവച്ചു എന്ന് കണ്ടെത്താൻ പോലീസിനും വെല്ലുവിളികളുണ്ട്. കാരണം കൃത്യമായ ഇൻഫർമേഷൻ ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടാൽ പോലും പലപ്പോഴും പോലീസിന് തെളിവുകളൊന്നും തന്നെ മൊഴികളായിട്ട് നൽകാറില്ല എന്നതാണ്. അത് പേടിച്ചിട്ടാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അന്വേഷണങ്ങളൊക്കെ തന്നെ കൃത്യമായ പ്രതികളിലേക്ക് എത്തിക്കാൻ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും പോലീസും പറയുന്നു. ഏതായാലും വിശദമായ തുടർ പരിശോധനകൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുണ്ടാകും എന്നതാണ് ഇപ്പോൾ പാനൂർ പോലീസ് ഉണ്ടാകും എന്നത് മാത്രമേ പ്രതീക്ഷിക്കണ്ടൂ. നിർവീര്യമാകുന്ന പോലെ അന്വേഷണവും നിർവീര്യമാകും.